അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മോമിനാത്തുകളെ, മലക്കുകളുടെ ദുആവും ഇസ്തിഗ്ഫാറും 10 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ലഭിക്കും. അഥവാ ഒന്നാമത്തെ കാര്യം അസ്സുഹൂർ, അത്താഴം കഴിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് അത്താഴം കഴിക്കുമ്പോൾ നീയത്ത്, നാം നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് അത്താഴം കഴിക്കുന്നു എന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് അത്താഴം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ മലക്കുകളുടെ ദുആവും ഇസ്തിഗ്ഫാറും നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ കാര്യം അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുമ്പോൾ മലക്കുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേര് എവിടെന്ന് കേട്ടാലും എപ്പം കേട്ടാലും സലാത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സലാത്ത് ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ മലക്കുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും നമുക്ക് കിട്ടുന്നു. മൂന്നാമത്തത് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുമ്പോഴും മലക്കുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ലഭിക്കുന്നു. നാലാമത്തത് അന്നൗമു അല തഹാറത്തി, ശുദ്ധിയുടെ മേൽ എപ്പോഴും ഉറങ്ങുമ്പോൾ അഥവാ ഉളുവോട് കൂടി ഉറങ്ങുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ലഭിക്കുന്നു. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിരിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അഥവാ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉളു ചെയ്യുക. അങ്ങനെ ഉളുവിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ അഞ്ചാമത്തത് അൽ ജുലൂസു ഫിൽ മുസല്ല ബഅദ സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ച അതേ സ്ഥലത്തിൽ തന്നെ ഇരിക്കുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും കിട്ടുന്നു. ഇത് നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞു, ആ നിയത്ത് വെക്കുമ്പോഴേക്ക് സഫിൽ നിന്ന് മാറി എവിടെങ്കിലും ഇരിക്കുന്നത് കാണാറുണ്ട്. നിസ്കരിച്ച അതേ സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്ന കാലത്തോളം മലക്കുടെ പ്രാർത്ഥനയ്ക്കും ഇസ്തിഗ്ഫാറിനും നിമിത്തമാകുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.